നമസ്കാരം. തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നും അതിരപ്പിള്ളി പോകുന്ന വഴിയിലാണ് കൗതുക പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് സന്ദർശിക്കാൻ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് ഈ കൗതുക പാർക്ക്. പ്രകൃതിദത്തമായ അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ പാർക്ക്. വിശ്രമിക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പറ്റിയ ഒരു സ്ഥലം. 1 ഏക്കർ സ്ഥലത്താണ് ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കൗതുക പാർക്ക് എന്ന് പറയുന്ന സംഭവം, പാർക്ക് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലൊക്കെ ഒരു സാധാരണ ഒരു ധാരണയുണ്ട്. അപ്പോൾ ഒന്നുകിൽ അത് നേച്ചർ തീം, അതല്ലെങ്കിൽ വാട്ടർ തീം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തീമുകൾ, എന്തെങ്കിലും തീമുകൾ. ഇത് നിലവിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു തീം പാർക്കുകളാണ്. അവിടെ മൊയില് അത് കണ്ടോ കുട്ടിച്ച അപ്പോൾ ഇനി ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ സാധാരണ നമ്മൾ ജന്തുജീവജാലങ്ങളെ കൂട്ടിയിലടച്ച് നമ്മൾ സുഖം പറ്റുക, അവരെ പീഡിപ്പിക്കുക. ഇവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല. 10-16ഓളം 17ഓളം കൂടുകളുണ്ട്. കൂട് എന്ന് പറയുന്നത് അവരുടെ വീടാണ്. ഏത് സമയത്തും അവർക്ക് പുറത്തേക്ക് പോകാം, അകത്തേക്ക് പോകാം. താല്പര്യമില്ലെങ്കിൽ ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞു പോവാം. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ സഹജീവികളോട് നമ്മൾക്കുള്ള കടപ്പാട് അത് ഇങ്ങനെയാണ് നിർവഹിക്കേണ്ടത്. അവരോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവരെ ബന്ധിതരാക്കി വെക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളെ നിങ്ങൾ വരുമ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു മൊയിൽ എന്നെ കണ്ടപ്പോഴേക്കും ഓടി വന്നേക്കണത്. അപ്പം അതിൻ്റെ സെൻസ് കണ്ടോ. അപ്പം ഞാൻ പകർന്നു കൊടുത്തിരിക്കുന്ന സ്നേഹം അത് എത്ര കണ്ട് ഉൾക്കൊണ്ട് ഇരിക്കുന്നു, നമ്മളെ കാണുമ്പോൾ അത് എത്ര കണ്ട് പ്രകടിപ്പിക്കുന്നു, അത് എൻ്റെ കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഈ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള ഈ രാജ്യത്തിലുള്ള എല്ലാ മനുഷ്യരെയും കാണുമ്പോൾ സ്നേഹം കൊണ്ട് കൊതിയൂറി നമ്മളിലേക്ക് അടുക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ സഹജീവി സ്നേഹം. അല്ലെങ്കിൽ സഹജീവി വാസം ചെയ്യുമ്പോഴാണ് സഹജീവി സ്നേഹം ഉണരുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും അറിയാതെ ഈശ്വരനിലേക്ക് അടുക്കുകയാണ്. ഈശ്വരൻ എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാട് എന്താ പറയുക, ഓൾ മൈറ്റി പവർ, ഈ യൂണിവേഴ്സിൻ്റെ പവറിനെയാണ് ഞാൻ ദൈവം എന്ന് വിഭജിക്കുന്നത്.
ഇനി അവിടെ 3 ആൾ പിടിച്ചാൽ വട്ടം എത്താത്ത അത്രയും വണ്ണമുള്ള മരത്തിന്റെ വേരുകൾ കൊണ്ട് 12 അടി ഹൈറ്റിൽ 24 അടി ഹൈറ്റിലൊക്കെ ഏർമാടങ്ങൾ സെറ്റ് ചെയ്ത് അതിനെ ഞാൻ പറഞ്ഞില്ലേ, അതിനെ കാണുമ്പോൾ ഈ ലോകത്തിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പവർ ഹൗസ് പോലെ കാണും. പക്ഷേ അത് ട്രീ ഹൗസാണ്. പവർ ഹൗസ്, ട്രീ ഹൗസ് ലൈവ് ആണ്, വേരുകൾ കൊണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. പിന്നെ അതേമാതിരി തന്നെ ഒത്തിരി നമ്മളുടെ അക്വ ലിവിങ് ബീയിങ്സ്, ഒരുപാട് കുളങ്ങൾ, എനിക്ക് തോന്നുന്നു 17ഓളം കുളങ്ങൾ, വെറൈറ്റി കുളങ്ങൾ പല രീതിയിൽ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വെറൈറ്റി മത്സ്യങ്ങൾ സന്തുലിത അവസ്ഥയിൽ അവർ വളരാണ്. അപ്പോൾ ഞാൻ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്നൊക്കെ പറയില്ലേ, ജൈവ വൈവിധ്യം അതിൻ്റെ പാരമ്പര്യത്തിലെത്തുമ്പോൾ നമ്മളതിനെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്നൊക്കെ പറയും. അതാണ് കൗതുക പാർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഈശ്വരൻ എന്ന പ്രതിഭാസം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ കാവ് സങ്കല്പമൊക്കെ ഇല്ലേ, കാവ് എന്താണ് കാവ്? സർവ്വജന്തു ജീവജാലങ്ങളും ചരാചരങ്ങളും സന്തോഷത്തോടു കൂടി സന്തുലിതമായി സന്തോഷത്തോടെ ഒരു സ്ഥലത്ത് വസിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈശ്വരന്റെ സാന്നിധ്യം. ഞാൻ ഉദ്ദേശിക്കുന്ന ഈശ്വരൻ ഇതാണ് കേട്ടോ, കോസ്മിക് പവർ, അതൊരു പവറാണ്. അപ്പോൾ ആ പവറിന്റെ സാന്നിധ്യം നമുക്കിവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് പ്രാർത്ഥനയില്ല, ആരാധനയില്ല. എൻ്റെ ആരാധനാലയം ഇതാണ്.
അപ്പോൾ നമ്മളുടെ ഓരോ കടപ്പാടുകളും ഈ ദൈവത്തിനോടുള്ളത് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ആ ദൈവത്തിൻ്റെ സൃഷ്ടികളെ സ്നേഹിച്ചുകൊണ്ടും പരിപാലിച്ചുകൊണ്ടും അവരിൽ ഒരാളായി ജീവിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ ഈശ്വരനിലേക്ക് സ്നേഹം ഒഴുക്കാണ്, അല്ലെങ്കിൽ അത് ആരാധന രൂപത്തിലേക്ക് അവിടേക്ക് എത്താണ്. ഇതൊക്കെയാണ് എൻ്റെ സങ്കല്പങ്ങൾ. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് സസ്യവൈവിധ്യങ്ങൾ, അതേപോലെ തന്നെ ജോമെട്രിക് വർക്കുകളൊക്കെ ചെയ്ത് സസ്യങ്ങളെ പ്രത്യേക രീതിയിലൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിച്ച് സസ്യങ്ങൾ ആസ്വദിക്കുന്നു, ഇവിടെ വരുന്ന ജന്തു ജീവജാലങ്ങൾ ആസ്വദിക്കുന്നു, ഇവിടെ വരുന്ന പിന്നെ മനുഷ്യഗണങ്ങൾ അവർ ആസ്വദിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നത് സാധാരണ നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യമല്ല ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളൊക്കെ മിറ്റടിച്ച് വെടുപ്പാക്കും. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടോ, കാരണം മൈക്രോ ലിവിങ് ബീയിങ്സ് എന്ന് പറയുന്ന ചില മൈക്രോ ജീവികൾ നമ്മളുടെ മണ്ണിൽ ഒരു സേനയായി പ്രവർത്തിച്ച് ഈ ലോകത്തിന് വേണ്ടി, അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് വേണ്ടി, സസ്യജന്തു ജീവജാലങ്ങൾക്ക് വേണ്ടി നമ്മളറിയാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ വർക്കിന് തടസ്സം പറ്റാതിരിക്കണമെങ്കിൽ, അവരെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഈ ചപ്പ് ചവറ് സാധനങ്ങൾ ഇവിടെ വേണം. അതേപോലെ തന്നെ സഞ്ചരിക്കുന്ന മരം, സഞ്ചരിക്കുന്ന മുള, ഈ മരത്തിൻ്റെ വേരുകൾ കൊണ്ട് ഏറുമാടങ്ങൾ, വേരുകൊണ്ട് പാലം, വേരുകൊണ്ട് ഗോവണി. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരുപാട് നിങ്ങളുടെ ഈ കൗതുക പാർക്കിലൂടെ നിങ്ങൾ ചെയ്യുന്ന എക്സ്പ്ലോർ നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും ഇദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തേക്കണമെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാനുള്ള പാഠങ്ങൾ, നമ്മൾ വെറും ഒരു ജീവിയായി ഇവിടെ ജനിച്ചു വന്ന് കാര്യങ്ങളൊന്നും തിരിച്ചറിയാതെ ഭൂമിയോടോ സഹജീവികളോടോ ഈശ്വരനോടുള്ള കടപ്പാടുകൾ പൂർണ്ണമായും നിർവഹിക്കാതെ, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് അതാണ് എൻ്റെ കടപ്പാടെന്നോ ധാരണയെന്ന് തെറ്റിദ്ധരിച്ച് അതിലൂടെ സഞ്ചരിക്കാതെ കൃത്യമായി അതിൻ്റെ സഞ്ചാരപഥത്തിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ ഒരുപാട് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നമ്മളിലൂടെ ഈ ലോകത്തിന് വേണ്ടി, ഈ ജീവജാലങ്ങൾക്ക് വേണ്ടി, സസ്യജാലങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ കഴിയും. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ. അപ്പോൾ അവിടെ തന്നെ മുളയമേ നിർമ്മാണം ചെയ്തിട്ടുണ്ട്. അത് സാധാരണ രീതിയിലല്ല. മുളേനെ നമ്മൾ ട്രീ സ്കൾപ്ചർ എന്ന് പറയും. അതായത് നമ്മൾ ഡോഗ് ട്രെയിനിങ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ തന്നെ മുളേനെ വളച്ചെടുത്ത് അതിനെ ഒരു കൂടാരം പോലെ ഉണ്ടാക്കി അതിൽ ഏർപ്പാട് സെറ്റ് ചെയ്തേക്കാം.
ഇനി പിന്നെ എൻ്റെ എന്താ പറയുക സാമൂഹിക സംസ്കാരങ്ങൾ അതൊക്കെ വേറിട്ടതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് സോഷ്യൽ ഈവൻറ്റ്സ്, കല്യാണം, മാമോദീസ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അനുഭവിച്ച് നമ്മുടെ ആവർത്തനങ്ങളിലൂടെ വന്നവരാണ്. ഇതൊന്നും എനിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആവർത്തനങ്ങളിലൂടെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ആവർത്തനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അനുഭൂതികൾ നമ്മളിൽ നിന്ന് അകന്നു പോകും, സന്തോഷം അകന്നു പോകും. ഇന്നലകളിൽ തന്നെ ഇന്നും, ഇന്നലെ കണ്ടവരെ തന്നെ ഇന്നും കാണുക, ഇന്നലെ ചെയ്ത പ്രവൃത്തി തന്നെ ഇന്നും ചെയ്യുക. അതിലെന്ത് അനുഭൂതിയുണ്ട്? അപ്പോൾ അതൊക്കെ ആരോ തുടങ്ങി വെച്ച ചില എന്താ പറയുക സംസ്കാരങ്ങളാണ്. അപ്പോൾ ഈ സംസ്കാരങ്ങളിൽ നിന്ന് ഞാൻ മാറി സഞ്ചരിക്കുകയാണ്. എനിക്ക് അനുഭൂതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംസ്കാരം മറ്റാരുടെയാണ്, ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ആ കോൺട്രിബ്യൂഷനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ കോൺട്രിബ്യൂഷനിലൂടെ നമുക്ക് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താം. അവർ കൊടുത്തത് ഒരു സംഭാവനയാണെങ്കിൽ നമ്മൾ കൊടുത്ത സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ടാവണം. അപ്പോൾ എൻ്റെ സംഭാവനകളാണ് ഈ വക കാര്യങ്ങൾ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഓറൽ
സംഭാഷണങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഈ സംഭാഷണങ്ങളുടെ മറവിൽ എന്തൊക്കെയാണ് ഇദ്ദേഹം ചെയ്തു വെച്ചത് എന്നൊക്കെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം.